ഹായ് ഗായ്സ്, മൈസെൽഫ് ഗൗരി പാർവതി എസ്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു വ്ലോഗ് ഇടാൻ പോകുന്നത്. ഇന്ന് ഞാൻ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് ഇടുന്നത്. ഞാൻ അമ്പലപ്പുഴ അമ്പലത്തിൽ പോകാൻ പോവാണ് ഗൈസ്. ഫസ്റ്റ് ഓഫ് ഓൾ ഐ ആം ഗോയിങ് ടു ഗെറ്റ് റെഡി. ഞാനിപ്പം ഒരുങ്ങാൻ പോവാണ്. ഫസ്റ്റ് ഞാൻ ഫേസ് വാഷ് ചെയ്യാനാണ് പോകുന്നത്. നോർമലി ഞാൻ ഒരു നോ മേക്കപ്പ് ലുക്കാണ് ചെയ്യുന്നത്. ഇപ്പം കറൻ്റ്ലി ഞാൻ യൂസ് ചെയ്യുന്ന ഫേസ് വാഷ് എന്ന് പറയുന്നത് പതഞ്ജലിയുടെ അലോവേറ ജെൽ ഫേസ് വാഷാണ്. ഓക്കെ, ഞാൻ എൻ്റെ ഫേസ് കഴുകിയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഒരുങ്ങാൻ പോവാണ്. നമ്മളിനിയും ഒരുങ്ങാൻ പോവാണ്. അപ്പോൾ ഫസ്റ്റ് ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ മോയ്സ്ചറൈസ് ചെയ്യും. ഫേസ് കഴുകി ഇപ്പം ഇനി മോയ്സ്ചറൈസ് ചെയ്യും. മോയ്സ്ചറൈസർ എൻ്റെ അലോവേറ ജെല്ലാണ്. മോയ്സ്ചറൈസർ ഞാൻ ഇത്തിരി എടുത്തിട്ടുണ്ട് കയ്യിൽ. എന്നിട്ട് ഞാൻ അതിങ്ങനെ സ്പ്രെഡ് ഔട്ട് ചെയ്ത് കൊടുക്കുകയാണ്. കുഞ്ഞു കുഞ്ഞു ഡോട്ട്സ് ആക്കിയിട്ട് കൊടുത്താണ് ഞാൻ ചെയ്യുന്നത്. ഫേസ് മസാജ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് അത് ചെയ്യുന്നത്. ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. കണ്ടോ? എന്നിട്ട് ഞാൻ നോസിന് വലിച്ചു കൊടുക്കും. കാരണം എൻ്റെ നോസ് കുറച്ച് ചപ്പിയായിട്ടുള്ള നോസാണ്. എൻ്റെ ഫേസ് ആൻഡ് നോസ് ചപ്പിയാണ്. ഇനി ഞാൻ യൂസ് ചെയ്യുന്നത് സൺസ്ക്രീനാണ്. സൺസ്ക്രീൻ ഇത് അക്വലോജിക്കയുടെ പപ്പായ ആൻഡ് വിറ്റമിൻ സി സൺസ്ക്രീനാണ്. ഓക്കെ, ഞാൻ നെക്കിലും യൂസ് ചെയ്യാറുണ്ട്. കൊണ്ട് നമ്മളിനി ഇത് നന്നായിട്ട് ഞാൻ എപ്പോൾ ചെയ്യുമ്പോഴും മസാജ് ചെയ്ത് കൊടുത്തിട്ടാണ് എൻ്റെ പ്രൊഡക്റ്റ് ഞാൻ ഇടുന്നത്. ഇനി ഞാൻ ഫേസിൽ അധികമൊന്നും ഇടത്തില്ല, എനിക്കിഷ്ടമല്ല. ഞാൻ ഇത്രേ ചെയ്യാറുള്ളൂ. പിന്നെ ഞാൻ കുറച്ച് പൗഡർ വെച്ച് ഇതൊന്ന് സെറ്റ് ചെയ്യും. അത് ഞാൻ യൂസ് ചെയ്യുന്ന ബേബി പൗഡറാണ്. ബേബി പൗഡർ നിങ്ങൾക്കറിയാമല്ലോ, ഹിമാലയയുടെ ബേബി പൗഡർ. കാരണം എനിക്ക് ഇത് ഓയിലി സ്കിന്നാണ് ഇടയ്ക്ക്. അപ്പം അവിടെ മാത്രം ഞാൻ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കും. ജസ്റ്റ് എനിക്ക് അവിടെയാണ് ഏറ്റവും കൂടുതൽ ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് മാത്രം ഞാൻ അവിടെ കുറച്ച് നോട്ട്സിൻ്റെ അവിടെ നന്നായിട്ട് എനിക്ക് ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യും. ബാക്കി ഞാൻ നെക്കിലേക്കാണ് ചെയ്യുന്നത്. ഡാബ് ഡാബ് ഡാബ്. ഓക്കെ, ഡാബ് ചെയ്യുമ്പോൾ എക്സസ് ആയിട്ടുള്ള പൗഡർ പോകും. ആവശ്യത്തിനുള്ളത് മാത്രം നമുക്ക് മുഖത്ത് കാണും. ഞാൻ ഐബ്രോസ് ഒന്നും ചെയ്യാറില്ല. തൽക്കാലം ഒരു മിനിമൽ ലുക്കാണ്. ആർച്ചലിൻ്റെ ഐലൈനറാണ്. ഇങ്ങനെ എഴുതി കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഞാൻ നോർമലി ഞാൻ ചെയ്യുന്നത് കാണിച്ചാൽ ഞാൻ ഒരു വിങ് ആദ്യമേ ഒരു ലൈൻ ഇടും. ഇവിടെ വിങ് ആയിട്ടാണ് ഞാൻ ഇടുന്നത്. ലൈൻ ഇടും. എന്നിട്ട് എനിക്ക് ഫോണിൽ നോക്കി അധികം എഴുതാത്തതുകൊണ്ട് എനിക്ക് അത്ര വശമില്ല. അതുകൊണ്ടാണ് പിന്നെ ഞാൻ ജോയിൻ ചെയ്ത് കൊടുക്കും. കുറച്ച് ഡാർക്ക് ആക്കേണ്ട അടുത്ത് ഞാൻ ഡാർക്ക് ആക്കി എഴുതും. ബട്ട് ഇറ്റ്സ് ഓക്കെ. ഇതിപ്പോൾ ഓക്കെയാണ്. ഞാൻ ഇപ്പുറത്തെ കണ്ണ് ഞാൻ അതുപോലെ തന്നെ എഴുതും. ഫസ്റ്റ് ഞാൻ ഇവിടെ ഒന്ന് മാർക്കിടും. ആ മാർക്കിട്ടതിന് ശേഷം ഞാൻ ഒരു വിങ് വരയ്ക്കും, ഒരു ലൈൻ. ഓക്കെ, ജസ്റ്റ് ഞാൻ ഇടും. ഇനി നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം.
ഓക്കെ, അത് ജോയിൻ ആയിട്ടുണ്ട്. കുറച്ചും കൂടെ ഇനി ഞാനത് കുഞ്ഞു പൊട്ട് വെച്ച് കൊടുക്കും. ഞാൻ കുഞ്ഞു പൊട്ടാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഇത് വെച്ചത് ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാം. ഓക്കെ, അത് കഴിഞ്ഞു. നിങ്ങൾക്ക് എത്രത്തോളം കാണാമെന്ന് എനിക്കറിയണം. ഞാൻ അതിന് യൂസ് ചെയ്തത് പതഞ്ജലിയുടെ തന്നെ സൗന്ദര്യ കാജലാണ്. സൗന്ദര്യയുടെ കാജലാണ് പതഞ്ജലി സൗന്ദര്യ കാജൽ. കാണാൻ പറ്റും, ഇപ്പോൾ കാണാം. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങിച്ചൊരു കാജലാണ്. ഇതെൻ്റെ സെക്കൻഡ് ടൈമാണ് ഞാൻ അത് യൂസ് ചെയ്യുന്നത്. ഒന്ന് യൂസ് ചെയ്ത് തീർന്നു. ഇത് പുതിയതായപ്പോൾ വാങ്ങിച്ചതാണ്. ഇറ്റ്സ് ഗുഡ്, നല്ലതാണ്. അത് ലിപ് ബാമാണ്. ലിപ് ബാം പുറത്തെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും ശ്രദ്ധിക്കേണ്ട, ജസ്റ്റ് ലൈക്ക് നോർമൽ. ലിപ് ബാം ഞാൻ ഇട്ട് കൊടുത്തു. പിന്നെ ലിപ് ബാമിന് ചെറുതായിട്ട് ടിഷ്യൂ എടുത്തിട്ട് അത് മടക്കുന്ന ഡാബ് ചെയ്യും. കാരണം നമ്മൾ ലിപ്സ്റ്റിക്ക് ഇടുമ്പോൾ നമ്മൾ ഇത് ലോങ് ലാസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ലിപ് ബാം ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മളിടാൻ പോകുന്നത് ലിപ്സ്റ്റിക്കാണ്. ലിപ്സ്റ്റിക്ക് ഞാൻ അവിടെ യൂസ് ചെയ്യുന്നത് മാർസിൻ്റെ നമ്പർ 3 ആണ്. ഷെയ്ഡിൻ്റെ നെയിമൊന്നും എനിക്ക് അറിഞ്ഞുകൂടാം. പിന്നെ ഞാൻ മാസിൻ്റെ തന്നെ നമ്പർ 2 ഷെയ്ഡ് യൂസ് ചെയ്യുന്നുണ്ട്. അത് രണ്ടും കൂടെ മിക്സ് ചെയ്താണ് ഞാൻ യൂസ് ചെയ്യുന്നത് നോർമലി. ഫസ്റ്റ് ഞാൻ ഈ ഷെയ്ഡ് നമ്പർ 2 ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഷെയ്ഡ് നമ്പർ 1 ഒന്ന് കറക്റ്റ് ചെയ്യും. അത് മിക്സ് ചെയ്ത് നമ്മൾ സാധാരണ ഇടുന്ന പോലെ ഇടും. ഞാൻ കാണിച്ചു തരാം. ഈ ഷെയ്ഡ് നമ്പർ 2 വളരെ സൂപ്പറാണ്. കാരണം എല്ലാ ബ്രൗൺ ഗേൾസിനും ഇടാൻ പറ്റിയ ഷെയ്ഡാണ്. ഒരു എന്താ നമ്മുടെ മുഖത്തിന് അങ്ങനെ ഗ്ലോ കിട്ടും. സോ യു ക്യാൻ ട്രൈ ഇറ്റ് ഔട്ട്. ആൻഡ് ഷെയ്ഡ് നമ്പർ 3 കുറച്ച് ഡാർക്ക് ഷെയ്ഡാണ്. കമ്പാരിറ്റീവ്ലി ഇതാണ് ഡാർക്ക് ഷെയ്ഡ്. അപ്പം ഞാൻ അതിട്ട് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഞാൻ ഓൾറെഡി യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ്. ഞാനൊന്ന് ലൈൻ ചെയ്ത് കൊടുക്കുക ഇത് വെച്ച്. നമുക്ക് കാണാം അത് ഡാർക്ക്നെസ് ഒരു ഡാർക്ക് ആൻഡ് ഒരു ഷെയ്ഡായിട്ടുണ്ട്. ഉണ്ടല്ലോ, ഇതാണ് എൻ്റെ ലുക്ക്. ഞാനിനി ഈ ലിപ്സ്റ്റിക്ക് ഒന്ന് എന്നിട്ട് ലിപ് ബാം ഡാബ് ചെയ്തോട്ട് ഒന്ന് ഞാൻ ഇതാക്കി കൊടുക്കും. ബിക്കോസ് ഓവറായി ഇപ്പോൾ തന്നെ ഓവറാണ്. ബട്ട് ഐ നോ ഞാൻ ആക്കി കൊടുക്കുന്നുണ്ട്. അത്രയാണ് ഞാൻ ചെയ്യുന്നത്. ഇനി ഞാൻ എൻ്റെ മേക്കപ്പ് കഴിഞ്ഞു. ഇനി ഞാൻ ഡ്രസ്സ് ചെയ്യാൻ പോവാണ്. സാരിയാണ് എടുക്കുന്നത്. അപ്പം സാരി ഉടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ.
ഓക്കെ, നമ്മളങ്ങനെ സാരി എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഞാൻ തന്നെ ഡ്രൈപ്പ് ചെയ്ത സാരിയാണ്. എൻ്റെ സാരി ഡ്രൈപ്പിംഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ നമുക്ക് കമൻറ്റ് ചെയ്താൽ ഞാൻ വേറെ ഒരു വീഡിയോ ആയിട്ട് സാരി ഡ്രൈപ്പിംഗ് ഇട്ട് കാണിച്ചു തരാം. സാരി ഇങ്ങനെ ഡ്രൈപ്പ് ചെയ്യണമെന്ന്. ഇനി നമ്മൾ ഓർണമെൻറ്റ്സ് ആണ്. ഞാൻ കമ്മൽ ഈ ഒരു പച്ച കമ്മലാണ് ഇട്ട് കൊടുക്കുന്നത്. എൻ്റെ അത്യാവശ്യം കമ്മൽ വാങ്ങിക്കുന്ന ഒരാളാണ് ഞാൻ. ജസ്റ്റ് എൻ്റെ കയ്യിൽ നിന്ന് കമ്മലാണ് ഈ പച്ച കമ്മൽ. ഓക്കെ, പിന്നെ ഞാൻ കയ്യിൽ ചെയിൻ ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ ഇടാൻ പോകുന്നത് ഒരു മാലയാണ്. സോറി, അപ്പോൾ ഇതാണ് മാല. ഒരു ക്യൂട്ട് സൺഫ്ലവർ. ഞാൻ അതാണ് ഇതിലൂടെ ഇട്ട് കൊടുക്കുന്നത്. ലുക്ക്. ഇനി നമുക്ക് അമ്പലത്തിലോട്ട് പോവാം. ഇനി ഞാൻ മുടി ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കെട്ടി ഒന്ന് അമ്പലത്തിൽ പോകുമ്പോൾ നമ്മൾ ജസ്റ്റ് യൂഷ്വലി കെട്ടുന്ന പോലെ കെട്ടി വെക്കും. അത് ഞാനൊരു ഈ ക്ലിപ്പ് യൂസ് ചെയ്തിട്ടാണ്. എൻ്റെ കംപ്ലീറ്റ് ലുക്ക് ഇതാണ്. ഓൾറെഡി ഇതാണ് എൻ്റെ ലുക്ക്. അത്രേ ഉള്ളൂ. ഇനി നമുക്ക് അമ്പലത്തിലോട്ട് പോകാം. ഓക്കെ, അങ്ങനെ ഞങ്ങൾ അമ്പലനടയിലെത്തി. ഏകദേശം 12 മണിയോടടുത്താണ് ഞങ്ങൾ അമ്പലനടയിലെത്തിയത്. അപ്പോഴത്തേക്ക് ഉച്ചപൂജ സമയമായിരുന്നു. അങ്ങനെ ഭഗവാനെ കണ്ടു, തൊഴുതു, വഴിപാടൊക്കെ കഴിപ്പിച്ചു. 12 മണി ആയതിനാൽ ഉച്ചപൂജ സമയത്ത് തൃക്കൈവെണ്ണ നമുക്ക് അവിടെ വെക്കാനേ പറ്റുള്ളൂ. ഭഗവാന് നേദിച്ച് നമുക്ക് തിരികെ തരില്ല. അതിനുശേഷം ഞങ്ങൾ കുറച്ച് നേരം അമ്പലക്കുളത്തിൻ്റെ അവിടെയൊക്കെ ഇങ്ങനെ നിന്നു. കുറച്ച് നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്തു. നല്ലൊരു പീസ്ഫുൾ എൻവയോൺമെൻ്റ് ആയിരുന്നു അവിടെ. കുറേ സമാധാനം അവിടെ നിന്നാൽ തന്നെ നമുക്ക് കിട്ടും. അങ്ങനെ കുറേ നേരം അവിടെ നിന്ന് കുറച്ച് നേരം നിന്നതിന് ശേഷം ഞാൻ അമ്പലക്കുളത്തിൽ ഇറങ്ങി എൻ്റെ കാലൊക്കെ കഴുകി. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. അതിനുശേഷം ഞങ്ങൾ തിരിച്ചു പോകാനായിട്ട് പോവുകയാണ്. അപ്പോൾ നോക്കിയപ്പോൾ അവിടെ കുറേ പ്രാവുകൾ നിന്ന് അരി തിന്നുന്നു. അവിടെ അവരിട്ട് കൊടുക്കുന്നതാണ്. അമ്പലത്തിൽ എല്ലാം കഴിഞ്ഞ് അമ്പലനട അടച്ച് കഴിയുമ്പോൾ അവർ ഇതുപോലെ പ്രാവിന് അരി ഇട്ട് കൊടുക്കും. അതാണ് ആ പ്രാവിൽ നിന്ന് കഴിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് അമ്പലത്തിൽ നിന്ന് ഇറങ്ങുകയാണ് തിരിച്ച് വീട്ടിലേക്ക് പോകാനായിട്ട്. പിന്നെ കുറച്ച് നേരം കൂടെ ഞങ്ങൾ അവിടെ നിന്നിരുന്നു. കാരണം അത്രയ്ക്ക് സമാധാനമുള്ളൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു അവിടെ. ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്നു, അവിടേക്ക് നടന്നു. എത്ര പീസ്ഫുള്ളായതെന്ന് എനിക്ക് പറയാൻ പറ്റാത്ത പീസ്ഫുള്ളാണ്. എന്തായാലും നിങ്ങൾ ഒരു വട്ടമെങ്കിലും അവിടെ പോയിരിക്കണം. അത്രയ്ക്ക് പീസ്ഫുള്ളായിട്ടുള്ളൊരു എൻവയോൺമെൻറ്റാണ്. അങ്ങനെ ഭഗവാനോടൊക്കെ പറഞ്ഞു ഞങ്ങൾ ദാണ്ടിതാ പുറത്തിറങ്ങുമ്പം നമുക്ക് കാണാം അവിടെ ഇഷ്ടംപോലെ കടകളൊക്കെ ഉണ്ട്. കുട്ടികളായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ടോയ്സൊക്കെ കിട്ടുന്ന കടയും ഇഷ്ടംപോലെ കൃഷ്ണൻ്റെ വിഗ്രഹങ്ങൾ തന്നെ ഉണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, നല്ല ഭംഗിയുള്ള കൃഷ്ണ വിഗ്രഹങ്ങളാണ് അവിടെ ഇരിക്കുന്നത്. കുട്ടികളായിട്ട് വന്ന ടോയ്സൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. അതൊക്കെയും നോക്കിയിട്ട് വേണം വരാൻ. പിന്നെ നമുക്ക് അവിടെ തന്നെ പ്രസാദം ഭഗവാനെ നേദിക്കാനുള്ള സാധനം വാങ്ങിക്കാനുള്ള കടയുണ്ട്. പിന്നെ എനിക്ക് ആ കടയിലെ എല്ലാ കൃഷ്ണ രൂപങ്ങളും ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത്രയ്ക്ക് നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ചേച്ചി കുറച്ച് മോതിരമൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുന്നതാണത്. എനിക്ക് മോതിരമൊന്നും അധികം ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് ഞാൻ ഒന്നും എടുത്തില്ല. അത് കഴിഞ്ഞ് കുറേ കീച്ചെയിൻസൊക്കെ ഉണ്ടായിരുന്നു, അതൊന്നും ഞാൻ എടുത്തില്ല. അത് കഴിഞ്ഞ് അവിടെ ആ ബുദ്ധൻ
എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അവിടെ ഇരിക്കുന്ന വിഗ്രഹങ്ങളും എല്ലാം നന്നായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു കാമായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറായിരുന്നു അവിടെ. നമ്മൾ അതിനകത്ത് കയറിയാലും നമുക്ക് ഒന്നും ആലോചിക്കേണ്ട, എല്ലാം പോസിറ്റീവായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണ് അകത്ത്. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചിറങ്ങി. ഇപ്പം ബസ് കിട്ടാൻ കുറച്ച് ലേറ്റായിരുന്നു. അങ്ങനെ ഞാൻ കുറച്ച് പോസ്റ്റായിട്ടിരിക്കുമായിരുന്നു അവിടെ. അപ്പം ഗൈസ്, ഞാൻ വീട്ടിലൊക്കെ എത്തി, ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. ഇനി മേക്കപ്പ് റിമൂവ് ചെയ്യണം. ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഒരു ചെറിയ വീഡിയോ ആക്കാനാണ് എൻ്റെ പ്ലാൻ. അപ്പം ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, പ്ലീസ് സബ്സ്ക്രൈബ് and then bye bye. See you later.